ഈ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഈ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഒരു സുന്ദരമായ സംഭവം പറയുന്നുണ്ട്. ഈ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ തന്റെ പള്ളിയിൽ, തന്റെ കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ കുട്ടികൾ ഈ ബിഷപ്പിന്റെ ചുറ്റും ഇങ്ങനെ ഈച്ച പോലെ വന്ന് കൂടും. ഇവര് കൂടുന്നത് ബിഷപ്പിന് സ്തുതി കൊടുക്കാനോ ബിഷപ്പിന് തൊടാൻ വേണ്ടിയൊന്നുമല്ല. ഈ കുർബാന ചൊല്ലി ഇറങ്ങുന്ന ബിഷപ്പിന്റെ പോക്കറ്റിൽ നിറച്ചും ചോക്ലേറ്റ് കാണും. ഇത് ഇവന്മാർക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഇവന്മാർ വന്ന് കൂടുന്നത്. അല്ലാതെ സ്തുതിയല്ലാതെ ബിഷപ്പിനോടുള്ള സ്നേഹമൊന്നുമല്ല, ചോക്ലേറ്റ് കിട്ടും. ബിഷപ്പാണെങ്കിൽ 2 പോക്കറ്റും നിറച്ച് ചോക്ലേറ്റുമായിട്ടേ കുർബാന കഴിഞ്ഞ് ഇറങ്ങുകയുള്ളൂ. ഒരു ദിവസം അവധിയാണ്, പിള്ളേരെല്ലാം വന്നു, എല്ലാവർക്കും ബിഷപ്പ് ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ച്, അവൻ ചെറുതാണ്, അവൻ കൊച്ചാണ്, അവൻ ഇതിന്റെ ഇടയിൽ കൂടി അവന്റെ കുഞ്ഞു കൈ നീട്ടുന്നുണ്ട്. എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി, ഇവൻ മാത്രം ഇങ്ങനെ കൈ നീട്ടി നിൽക്കുക. പറഞ്ഞ ബിഷപ്പ് ചോക്ലേറ്റ് എടുത്തു, കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇവനിങ്ങനെ കൈ നീട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. പറഞ്ഞ ബിഷപ്പിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് ചോക്ലേറ്റ് എല്ലാ ദിവസവും തരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് നിനക്ക് ചോക്ലേറ്റ് തരണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം, നിനക്ക് എന്തോരം ബിഷപ്പിനോട് ഇഷ്ടമുണ്ട്? അപ്പൊ ഇവനിങ്ങനെ നോക്കി, എന്തോരം ഇഷ്ടമുണ്ട്, ആദ്യമായിട്ട് കേൾക്കുക എന്തോരം ഇഷ്ടമുണ്ടെന്ന്. അപ്പൊ ഇവൻ വെറുതെ നിന്നപ്പോൾ ബിഷപ്പ് വീണ്ടും ചോദിച്ചു, എന്തോരം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ചോക്ലേറ്റ് തരുള്ളൂ, എന്തോരം ഉണ്ടെന്ന് കാണിക്ക്. ബിഷപ്പ് വാശി പിടിച്ചപ്പോൾ ഇവന്റെ കൈ പൊക്കി, എന്നിട്ട് ഇങ്ങനെ കൈ ഉരുട്ടി കാണിച്ചു. അപ്പൊ ഇവന്റെ കൈ എന്റെ അത്രയും വലിപ്പമില്ല, കുഞ്ഞു കൈയാണ്. അവൻ കുഞ്ഞ് വച്ച് മാക്സിമം ഉരുട്ടി, നമ്മൾ പിള്ളേര് കാണിക്കില്ല ഇത്രയും, അതുപോലെ ഇവൻ ഉരുട്ടി. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, ഇത്രയും സ്നേഹമാണെങ്കിൽ നിനക്ക് ചോക്ലേറ്റ് പോയിട്ട് ഒന്നും തരികയില്ല, ഇത്രയും സ്നേഹമുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്നോട് ഭയങ്കര വലിയ സ്നേഹമാണ്. ഉടനെ ഇവൻ പറഞ്ഞു, അല്ലല്ല അത്രയല്ല, ഇത്രയും കൂടി ഉണ്ട്. അവൻ 2 കൈയും കൂടി കാണിച്ചു, ഇത്രയുണ്ട് ചോക്ലേറ്റ് ഇതാ. ബിഷപ്പ് പറഞ്ഞു, ഇത്രയും സ്നേഹമുള്ളവനും ചോക്ലേറ്റ് ഇല്ല. അപ്പൊ ഇവന് ചോക്ലേറ്റ് കിട്ടും, മറ്റുള്ളവരെല്ലാം തിന്നാൻ തുടങ്ങി, ഇവന് കിട്ടിയിട്ടില്ല. ഇവന് ബിഷപ്പിനോട് ദേഷ്യവും സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവനോട് ബിഷപ്പ് വീണ്ടും പറഞ്ഞു, എന്തോരം സ്നേഹമുണ്ടെന്ന് കാണിക്ക്. ഉടനെ ഇവൻ വീണ്ടും കൈ നിവർത്തി. ബിഷപ്പ് പറഞ്ഞു, ഇത്രയും സ്നേഹമുള്ള ആൾക്ക് ചോക്ലേറ്റ് തരികയില്ല. ബിഷപ്പ് ഇവൻ എന്തോരം കാണിച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവസാനം ഇവന് കരച്ചിൽ വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, ഇവൻ ഒരു രക്ഷയില്ല. അവസാനം ഇവൻ 2 കൈയും അങ്ങ് പിടിച്ചു മലർക്കെ തുറന്നു. അതുകൊണ്ട് അവൻ നെഞ്ചു പോലും അങ്ങ് തുറന്നു പിടിച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്ക് പിതാവിനെ ഇത്രയും അങ്ങ് ഇഷ്ടമാണ്. എന്നിട്ട് അവൻ 2 കണ്ണും, അപ്പൊ അവ ഇത്രയായപ്പം ചോക്ലേറ്റ് കിട്ടാത്തതിന്റെ സങ്കടം, ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ദുഃഖം, ഇതെല്ലാമായിട്ട് അവന്റെ കൈ ഇങ്ങനെ അവൻ പിടിച്ചു നോക്കിയ എപ്പോ അവന്റെ 2 കണ്ണും 2 ഉണ്ടക്കണ്ണും നിറഞ്ഞ് കണ്ണുനീർ തുള്ളി നിൽക്കുകയാണ്. ഉടനെ ബിഷപ്പ് ഷീൻ എഴുതി വയ്ക്കുന്ന ഒരു വചനമുണ്ട്. ബിഷപ്പ് ഷീൻ കുറിച്ച് വയ്ക്കുന്നത് ഇങ്ങനെയാ. അതിന് ഈ സംഭവം വിവരിച്ചതിന് ശേഷം തൊട്ടടുത്ത കുറിപ്പ് ഇങ്ങനെയാ, അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ അന്ന് എനിക്ക് ആദ്യമായി മനസ്സിലായി ക്രൂശിതന്റെ വിരിച്ച കരത്തിന്റെ അർത്ഥം എന്താണെന്ന്. അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ അന്ന് എനിക്ക് മനസ്സിലായി ക്രൂശിതന്റെ വിരിച്ച കരങ്ങളുടെ അർത്ഥം എന്താണെന്ന്. എന്തോരം ദൈവം നിന്നെ സ്നേഹിച്ചു എന്നുള്ള ചോദ്യത്തിന് അവൻ 2 കരവും മലർക്കെ തുറന്നു പിടിച്ചിട്ട് കാണിച്ചു. ഹൃദയം പോലും തുറന്നിട്ട് അവൻ കാണിച്ചു. ഹൃദയം പോലും അവൻ തുറന്നിട്ട് അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയിട്ട് അവൻ കാണിച്ചു, ഇത്രയും നിന്നെ എനിക്കിഷ്ടമാണ്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയത്തിലേക്കാണ്, ഈ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതിഷ്ഠിക്കുന്നത്, ഞാൻ എന്റെ പൗരോഹിത്യത്തെ പ്രതിഷ്ഠിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വരുമാന മാർഗത്തെ പ്രതിഷ്ഠിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നത്. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക്, എനിക്ക് വേണ്ടി മരിച്ച ഒരാളുടെ ഹൃദയത്തിലേക്കാണ്, എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് എന്റെ പൗരോഹിത്യത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ എന്റെ പൗരോഹിത്യത്തെ പൊന്നുപോലെ നോക്കാൻ ആ ദൈവത്തിന് കരുത്തുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ദാമ്പത്യം ഈശോ ഒരു അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഒരുപാട് ഇഷ്ടം തോന്നി ആശീർവദിച്ച നിങ്ങളുടെ ദാമ്പത്യത്തെ നിങ്ങൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പൊന്നുപോലെ നോക്കാനുള്ള ശക്തി ഈശോയുടെ തിരുഹൃദയത്തിനുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു കുഞ്ഞിനെ എന്നും നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ലോകത്തിന്റെ സകല കഴുകൻ കണ്ണുകളും ഈ കുഞ്ഞിനെ തിന്മയിലേക്ക് ആവാഹിക്കാൻ തന്ത്രപ്പെടുമ്പോഴും നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ പറഞ്ഞത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, there is evil around us and he is at work. നമുക്ക് ചുറ്റും തിന്മയുണ്ട്,
നമുക്ക് ചുറ്റും തിന്മയുടെ സ്വാധീനമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മുടെ കുടുംബത്തിൽ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഉത്തരവുണ്ട്. യേശുവിലൂടെ പിതാവ് നൽകിയ വാഗ്ദാനവും രക്ഷയും ആ കുടുംബത്തിന് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു, എങ്ങനെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തം എന്നാൽ പാപത്തിൽ നിന്ന്, സകല ബന്ധനങ്ങളിൽ നിന്ന്, സകല അടിമത്തത്തിൽ നിന്ന് നമ്മളെ അത് വിടുതൽ നൽകി അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ ജീവിതത്തിലും ദൈവം ഈ കരുതൽ നൽകുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഇന്ന് ഒരുപാട് പേര് ബിസിനസ് തകർച്ചയുമായിട്ട് വരുന്നുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക മേഖല തകർത്തെറിയുന്നത് ആരാണ്? കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? നമ്മളൊന്ന് അന്വേഷിക്കണം. ജോബിന്റെ പുസ്തകത്തില്, ജോബിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുക. ജോബിന്റെ പുസ്തകം 1:10 പിശാച് പറയുന്നൊരു വചനമുണ്ട്. ഇതാ, നീ ജോബിനും ജോബിന്റെ മക്കൾക്കും അവന്റെ സമ്പത്തിനും വേലികെട്ടി സംരക്ഷണം നൽകുകയല്ലേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം സംരക്ഷിക്കുന്നതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ട്. അതിന്ന് പ്രബലമാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠയ്ക്കും, ഇവിടെയാണ് നമ്മൾ ഈശോയുടെ കൂദാശയോട്, 2 കൂദാശകളാണ് ഇതാ അവന്റെ ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ രൂപപ്പെട്ട, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ 2 കൂദാശകൾ. ജ്ഞാനസ്നാനം, ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമ്മൾ ആരായിട്ട് മാറുന്നത്? നമ്മൾ ദൈവ പൈതലായിട്ട് മാറുന്നത്. കർമ്മപാപവും ജന്മപാപവും മാറി നമ്മൾ ദൈവ മക്കളായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. ഇന്ന് നമ്മൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വലിയ കൃപ നഷ്ടപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ. പിന്നെ ആരുടെ ദൈവം എന്നാ പറയുന്നത്? ആരുടെ ദൈവം എന്നാ പറയുന്നത്? യാക്കോബിന്റെ ദൈവം. സത്യത്തിൽ അവിടെ വരേണ്ടത് ആരായിരുന്നു? യാക്കോബ് ആയിരുന്നോ? പാരമ്പര്യം വഴി, അവകാശം വഴി ആരാ വരേണ്ടത്? ഏസാവ് വരേണ്ടത്. ഏസാവാണ് വരേണ്ടത്. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, ഏസാവിന്റെ ദൈവമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. സംഭവം എന്താണ്? ഒരു പാത്രം പായസം അവന്റെ മുമ്പിൽ, ഇപ്പുറത്ത് അവന്റെ കടിഞ്ഞൂലവകാശം. പ്രിയപ്പെട്ടവരെ, പായസം മുമ്പിൽ, കടിഞ്ഞൂലവകാശം ഇപ്പുറത്ത്. അവൻ എന്തിനു വില കൊടുത്തു? അവൻ പായസത്തിലേക്ക് നോക്കി. എന്ത് നഷ്ടപ്പെട്ടു? അവന് കടിഞ്ഞൂലവകാശം നഷ്ടപ്പെട്ടു. ഇന്ന് ഒരുപാട് ദൈവമക്കൾ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വരുന്ന പായസത്തിലേക്ക് നോക്കി ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും ദൈവമക്കളുടെ അവകാശവും നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ ഓർക്കുക, നമുക്ക് എല്ലാ പാപത്തിനും ഒരു സന്തോഷമുണ്ട്, പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്ന ദൈവകൃപ വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബനാഥയെ ഓർക്കുക. നീ അതുകൊണ്ടാണ്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന വാഗ്ദാനമാണോ നിനക്ക് വലുത്? നീ അനുഭവിക്കുന്ന സന്തോഷമാണോ നിനക്ക് വലുത്? നമുക്കറിയാം എത്ര വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാവുന്ന കാര്യം, 12 വാഗ്ദാനങ്ങളാണ് ഇതാ മേരി അലക്കോക്കിന് ഈശോ പറഞ്ഞു കൊടുത്തത്. ഐ വിൽ ഗീവ് them all the graces necessary for their state of life. അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകും. ഹല്ലേലൂയ. ഒന്നാമത്തെ വാഗ്ദാനമാണ്, അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പലരുണ്ട് അല്ലെ? ഇവിടെ ഇരിക്കുന്ന കുടുംബനാഥന്മാരുണ്ട്, ഇവിടെ പഠിക്കുന്ന മക്കളിരിപ്പുണ്ട്, ഇവിടെ സമർപ്പിതരുണ്ട്, പുരോഹിതനുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്റ്റേറ്റ് ഓഫ് ലൈഫ്, എന്റെ ജീവിതത്തിന്, ഇവിടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും ഞാൻ നൽകും. ഹല്ലേലൂയ. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹല്ലേലൂയ. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആദ്യത്തെ വാഗ്ദാനമാണ്, നിങ്ങളുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ എല്ലാ കൃപകളും നൽകും. ഇപ്പോ ഞാൻ ഒരു പുരോഹിതനാണെങ്കിൽ ഈ പൗരോഹിത്യ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ട കൃപയുണ്ട്. പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് അത്യാവശ്യം വേണ്ട കൃപയുണ്ട്. അതല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കൃപയുണ്ട്. ഹല്ലേലൂയ. അതില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ,
അവർക്ക് ജീവിതാന്തത്തിന് ആവശ്യമായ എല്ലാ കൃപയും ഞാൻ അവർക്ക് നൽകും. ഹല്ലേലൂയ. എപ്പോൾ നമ്മൾ ഈശോയുടെ ആ ദിവ്യകാരണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതാണ് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ത്രിഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ ഇടവകയിൽ ആകെ ഒരു നൊവേന ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇടവകയിൽ ആകെയുള്ള നൊവേന തിരുഹൃദയ നൊവേന മാത്രമാണ്. പിന്നീട് ഇപ്പോഴൊക്കെയാണ് മാതാവിന്റെ വന്നിട്ടുണ്ട്, യൂദത്ത ദിവസത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്നത് ഈ തിരുഹൃദയ നൊവേന മാത്രമാണ്. തിരുഹൃദയ നൊവേനയിൽ നിർബന്ധമാണ് വീട്ടിൽ നിന്ന് തിരുഹൃദയ നൊവേനയിൽ പങ്കെടുക്കണം. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ നോക്കുന്നത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും വെച്ചൊക്കെ തിരുഹൃദയ നൊവേന പള്ളിയിൽ ആരംഭിച്ചത്. ഈ 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ തിരുഹൃദയ നൊവേനയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പറഞ്ഞു തരുന്ന കാര്യമുണ്ട്, തിരുഹൃദയത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്ന് ദൈവം നമ്മെ സംരക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനി ഇരിപ്പുണ്ട്. ഈ വിദ്യാർത്ഥിനിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമില്ല, ഏറ്റവും അത്യാവശ്യം ലഭിക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ബിസിനസ്, അതിലേറ്റവും അത്യാവശ്യം വേണ്ടത്, അല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതം, അതിലേറ്റവും അത്യാവശ്യം വേണ്ടത് അതില്ല. അത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ അത് ലഭിക്കുമെന്നാണ് മേരി അലക്കോക്കിന് ഈശോ കൊടുക്കുന്ന 1ാമത്തെ വാഗ്ദാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് ഇതാണ്, ഐ വിൽ എസ്റ്റാബ്ലിഷ് പീസ് ഇൻ ദെയർ ഫാമിലി. ഞാൻ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരുടെ കുടുംബങ്ങളിൽ, നമ്മൾ ഓർക്കുക, എന്താ നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്തത്? എത്ര കുടുംബങ്ങൾ സമ്പത്ത് കടന്നു വന്നിട്ട്, സമ്പത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുടുംബത്തെ കണ്ടു, ചെതറിപ്പോയി, കുടുംബം ചെതറിപ്പോകുന്നെന്ന് പറഞ്ഞ അതാണ്. പ്രിയപ്പെട്ടവരെ, അതില് വലിയ സങ്കടം തോന്നി, എനിക്ക് വലിയ സങ്കടം തോന്നി. ചില കുടുംബം നമുക്കറിയാവോ, അവര് ആഗ്രഹിച്ചതാണോ അങ്ങനെ? അവരൊരിക്കലും ആഗ്രഹിച്ചതല്ല. അച്ഛാ, ഇന്ന് എൻ്റെ ഒരു മകൻ ഇന്ന ഗ്രൂപ്പിലാണ്, ഒരു മകൾ ഇന്ന ഗ്രൂപ്പിലാണ്, അവർക്ക് കോടികളുടെ സമ്പത്ത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല. ഈ കുടുംബനാഥൻ പറയാം, സമാധാനമില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമാധാനം എവിടുന്ന് വരുന്നു? അത് ദൈവം സ്ഥാപിക്കേണ്ടതാ സമാധാനം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. നീ അധ്വാനിക്കുന്നത് കൊണ്ടോ, നീ ആഗ്രഹിക്കുന്നത് കൊണ്ടോ, നീ ഭൗതികമായ ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്നത് കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം സ്ഥാപിക്കുന്ന സമാധാനം. ഞാൻ സമാധാനം സ്ഥാപിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സമാധാനമില്ല, പല കുടുംബങ്ങളിലും ഇല്ല. മക്കൾ വളർന്നു വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല, എന്നും ഈ കുടുംബത്തെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ടോ? 2ാമത്തെ വാഗ്ദാനം ഞാൻ പറഞ്ഞത്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ വാഗ്ദാനം ഇതാണ്, ഐ വിൽ കൺസോൾ ദം ഇൻ ഓൾ ദെയർ ട്രബിൾസ്. ഞാൻ അവരെ ആശ്വസിപ്പിക്കും. അവരുടെ എല്ലാ ദുഃഖങ്ങളിലും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. 3ാമത്തെ വാഗ്ദാനം, അവരുടെ എല്ലാ ദുഃഖങ്ങളിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഇന്ന് നമുക്കറിയാം, ആശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുക, ഒന്ന് ആശ്വാസം കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, എന്നും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ആ തിരുഹൃദയത്തിന്റെ മുമ്പിൽ ഒരു കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കൊന്തചൊല്ലിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ആ കുടുംബത്തിലേക്ക് ആശ്വാസം നൽകുമെന്നത് വാഗ്ദാനമാണ്. മേരി അലക്കോക്കിന് യേശു പറഞ്ഞു കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. 3ാമത്തെ വാഗ്ദാനം ഇതാ, അവരുടെ ദുഃഖനേരത്ത്, അവരുടെ പ്രശ്നങ്ങളിൽ ഞാൻ അവർക്ക് വലിയ ആശ്വാസത്തിന്റെ തീരമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്രയോ സംഘർഷങ്ങളാണ് കുടുംബത്തെ ബാധിക്കുന്നത്, എത്രയോ പെട്ടെന്ന് സംഘർഷങ്ങൾ ബാധിക്കുന്നത്. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, മക്കളുടെ വിദ്യാഭ്യാസം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചത്, അമ്മ ദുബായിൽ വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നൊരു ചേച്ചി. ഈ ചേച്ചി അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നൊരു ചേച്ചി, പ്രാർത്ഥിച്ച് കുടുംബത്തെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ചേച്ചി മക്കളെ നല്ലപോലെ വളർത്താൻ വേണ്ടി ആ മക്കളോട് പറഞ്ഞു, ആ ഭർത്താവിനോട് ജോലി ഉണ്ടായിരുന്നു, അവർ തീരുമാനം എടുത്തിട്ട് ഈ ഭർത്താവ് നാട്ടിലേക്ക് പോന്നു. ഭർത്താവ് ജോലിയില്ല, മകള് ആണെങ്കിൽ പഠിക്കാൻ തുടങ്ങി. പക്ഷെ മക്കൾ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയി, അവൾ ആ പഠനം സ്റ്റോപ്പ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇപ്പൊ വീട് പണിയുന്നു. ഇതുവരെ ഇത്രയും 20 വർഷം സൗദിയിൽ ജോലി ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് ഇന്ന് ഈ സ്ത്രീ പറയാ, അച്ഛാ ഒന്നും മിച്ചമില്ല, ഒന്നും മിച്ചമില്ല, എപ്പോഴും പ്രശ്നമാണ്. ഈ സ്ത്രീ, ഈ സഹോദരൻ എന്നെ വിളിക്കുന്നത് ഈ കഴിഞ്ഞ മെയ് മാസത്തെ ആദ്യത്തെ നൈറ്റ് വിജിൽ ശാലോമിൽ കണ്ടതിന് ശേഷമാണ് ഈ ചേച്ചി എന്നെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവര്, ഇവർ പറയുന്ന കാര്യം, അച്ഛാ ഒരു പ്രശ്നം തരണം ചെയ്ത് ഒന്ന് എത്തിയെന്ന് കരയുമ്പോൾ അടുത്തത് വന്നു കഴിയുകയാണ്.
ഒരു പ്രശ്നം തരണം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അടുത്തത് വരികയാണ്. ഇത് ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയാണ്. ഒരു പ്രശ്നം നമ്മൾ ഒന്ന് സോൾവ് ചെയ്തു, ഒന്ന് മകളുടെ കാര്യം കെട്ടിച്ചു വിട്ടു, അപ്പോഴാണ് ഒരു ഇടുത്തി പോലെ അടുത്ത പ്രശ്നം വരുന്നത്. വരുന്നു അടുത്ത രോഗം, അടുത്ത പ്രശ്നങ്ങൾ വിട്ടുമാറുന്നില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അവിടെ എന്താ ഈശോ പറയുന്നത്? അവിടെ ഈശോ പറയുന്ന മൂന്നാമത്തെ വാഗ്ദാനം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഐ വിൽ കൺസോൾ ദം ഇൻ ഓൾ ദെയർ ട്രബിൾസ്. ഞാൻ അവരെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വാഗ്ദാനം ഇതാണ്: they shall find in my heart an assured refuge during life and especially at the hour of their death. അവരവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അവരുടെ മരണസമയത്ത് എന്റെ ഹൃദയത്തിൽ അഭയം കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെന്റെ ഹൃദയത്തിൽ അഭയം കണ്ടെത്തും. അവരെന്റെ ഹൃദയത്തിൽ അഭയം കണ്ടെത്തും. അവിടുന്ന് എനിക്ക് സുരക്ഷിതമായ അഭയശിലയാണ്. നമുക്കറിയാം, അഭയമില്ല. നമ്മളിപ്പോ കാണുകയാണ്, സിറിയയിൽ നിന്ന് അഭയാർത്ഥികൾ വീട് എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അവർക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. അപ്പോഴാണ് മാർപ്പാവ് പറഞ്ഞത്, നമ്മൾ അവർക്ക് അഭയം കൊടുക്കണം, അവർക്ക് അഭയം കൊടുക്കണം എന്നൊക്കെ മാർപ്പാവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കത് അറിയാൻ പറ്റില്ല. അവർ അഭയമില്ല, നമുക്കത് മനസ്സിലാകില്ല. ഒരു കുടുംബത്തെ ഞാൻ കണ്ടു തോർക്കുക. ഇവരുടെ കുടുംബത്തിലെ ഇവരുടെ വീട് സംഭവം എല്ലാം തകർന്നു പോയി. ഒരു കടൽക്ഷോഭം വന്നപ്പോൾ, കടൽ തിരമാല വന്ന് ഇവരുടെ വീട് സകലതും തകർന്നു പോയി. ഇവർക്ക് വീടില്ല. ഇപ്പോൾ അവരുടെ ഭൂമി ഏതെന്ന് പോലും, കടൽ കയറിയത് മൂലം അവരുടെ ഭൂമി ഏതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു കുടുംബത്തെ ഞാൻ കണ്ടു. അവർക്കൊന്നുമില്ല. ഇന്ന് അവര് 4 പേര്, അവർക്ക് ഉടുത്തിരുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. 4 പേരും അവര് ജോലിക്ക് പോയ ഭർത്താവ്, ജോലിക്ക് പോയ മകൻ, ജോലിക്ക് പോയ ഭാര്യ, പഠിക്കാൻ പോയ മകള്, 4 പേരും അവരുടെ സ്ഥലത്ത് നിന്ന് അവര് താമസിച്ചിടത്തേക്ക് വരുമ്പോൾ അവരവിടെ ഒന്നും കാണുന്നില്ല. ആകെയുള്ളത് അവരപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇന്ന് അഭയമില്ല. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതയിൽ കഴിയുന്നുണ്ട് നമുക്ക്, നമ്മുടെ ഒരു അഭയത്തിന് വേണ്ടി. അവിടെയാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്നവർക്ക് വചനം പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ അവർക്ക് സുരക്ഷിതമായ അഭയം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5ാമത്തെ വാഗ്ദാനം ഇതാണ്: ഐ വിൽ പോർ അബണ്ടന്റ് ബ്ലെസ്സിങ്സ് ഓൺ ദെയർ അണ്ടർടേക്കിങ്സ്. അവർ എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അനുഗ്രഹം വർഷിക്കും. അപ്പൊ നമ്മൾ ഓർക്കുക, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാനൊരു കാര്യം ആരംഭിക്കുക, ഒരു ബിസിനസ് ആരംഭിക്കുക. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ ഒരു പഠനം, ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് മക്കൾ പോവുകയാണ്. ഈ വർഷം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അധ്യയന വർഷത്തിലേക്ക് പോവുകയാണ്. അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ സമൃദ്ധമായി ആശീർവദിക്കും. ഹല്ലേലൂയ. അടുത്ത വാഗ്ദാനം അതാണ്: അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ സമൃദ്ധമായി ആശീർവദിക്കും. പ്രിയപ്പെട്ടവരെ, 6ാമത്തെ വാഗ്ദാനം: sinners shall find in my heart the source of an infinite ocean of mercy. പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവ കണ്ടെത്തും. ഹല്ലേലൂയ. പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവ കണ്ടെത്തും. ഹല്ലേലൂയ. ഇത് ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വാഗ്ദാനമാണ്. പാപികൾ എന്റെ ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞു 2 കൂദാശകൾ, ഒന്ന് ജ്ഞാനസ്നാനവും ഒന്ന് കുർബാനയും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടുവെന്ന മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എന്താണ് പ്രിയപ്പെട്ടവരെ? ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്ക് വലിയ കരുണയുടെ കടലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുരക്തക്കടലിൽ എന്നെ മുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പാപികൾ എന്റെ ഹൃദയത്തിൽ ഇതാ കരുണയുടെ വലിയ സമുദ്രം കണ്ടെത്തും എന്നാണ് ഈശോ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മൾ ഓർക്കേണ്ട കാര്യം. എപ്പോഴും ഓടി വരാൻ പറ്റുന്നൊരു ഹൃദയം ഇതാണ്. എപ്പോഴും ഓടി വരാൻ പറ്റുന്ന ഹൃദയം ഈശോയുടെ ഹൃദയം. ഹല്ലേലൂയ. എന്ത് പാപം ചെയ്താലും, നീ എന്ത് പാപം ചെയ്ത് അകന്നു പോയാലും, വീണ്ടും നിന്റെ മാനസാന്തരം, വീണ്ടും നിന്റെ തിരിച്ചുവരവ്, വീണ്ടും നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൃദയം. അപ്പോൾ അതാണ് പാപികൾ എന്റെ ഹൃദയത്തിൽ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപമൊക്കെ വരുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കി കരയാൻ പറ്റണം. ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കി കരയാൻ പറ്റണം. ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നീ പാപിയായതുകൊണ്ട് നിന്റെ പാപത്തിന്റെ ഫലമാണ് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോഴും ആ ഹൃദയം എന്താ മന്ത്രിക്കുന്നത്? ആ ഹൃദയം മന്ത്രിക്കുന്നത് എന്താണ്? ഇതാ, ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇനിയും നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. പാപത്തെ വെറുക്കുന്ന,
പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുണ. ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ. ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയമാണ്. അതുകൊണ്ടാണല്ലോ സഭാപിതാവ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ കുമ്പസാരക്കൂട്ടിൽ ഒരു ചെറിയ കള്ളിയിലൂടെ നീ പറയുന്നത് ഈശോയുടെ ഹൃദയത്തോടാണ്. ഈശോയുടെ ഹൃദയത്തോടാണ് നീ പറയുന്നത്. കുമ്പസാരക്കൂട്ടിൽ അപ്പുറത്തിരിക്കുന്ന പുരോഹിതൻ, നീ അത് പറയുന്നത് കുമ്പസാരക്കൂട് ഈശോയുടെ ഹൃദയമാണ്, ഈശോയുടെ മനസ്സാ. അതുകൊണ്ടാണ് ഈ കുമ്പസാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ, ദൈവശാസ്ത്രം പഠിപ്പിക്കും, ഞങ്ങൾ വൈദികർ പഠിക്കുമ്പോൾ കുമ്പസാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പലതും പഠിപ്പിക്കും. കാനനിലോ നോക്കണമെന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. സഭയുടെ നിയമങ്ങൾ, ഓരോ പാപത്തിനും ഗൗരവത്തെ കൊണ്ട്, റിസർവ്ഡ് സിന്നുണ്ട്, ഇങ്ങനെ പല കാര്യത്തെക്കുറിച്ച് പറയും. അപ്പൊ കുമ്പസാരത്തിൽ നമ്മൾ അബ്സല്യൂഷൻ കൊടുക്കുമ്പോൾ, പാപമോചനം കൊടുക്കുമ്പോൾ കാനനിലോ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ കൽപ്പനകൾ നോക്കണം, ആ പാപത്തിന്റെ ഗൗരവം നോക്കണം. അത് റിസർവ്ഡ് സിന്നാണ്. ചില പാപം റിസർവ്ഡ് ആണ് എന്ന് വെച്ചാൽ അത് വൈദികർക്ക് മോചിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രത്യേക ധ്യാന കേന്ദ്രങ്ങളിലോ ഒക്കെയുള്ള വൈദികർക്കോ, അല്ലെങ്കിൽ മെത്രാൻ പെർമിഷൻ നൽകിയവർക്കേ അത് മോചിക്കാൻ പറ്റുള്ളൂ. ഈ കരുണയുടെ വർഷത്തിൽ മാത്രം മാർപ്പാപ്പ അതിനൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മോചിക്കാൻ വൈദികർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. സാധാരണ റിസർവ്ഡ് സിൻ മെത്രാനാണ് അധികാരം, ആ പാപമോചനം, പ്രത്യേകിച്ച് അബോർഷൻ, അത് മെത്രാനുള്ള അധികാരമാണ്. അത് വൈദികർക്ക് സാധാരണ രീതിയിൽ അത് മോചിപ്പിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? എന്താ സംഭവം എന്താണ്? ഈ കുമ്പസാരക്കൂട്ടിലെ കുമ്പസാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കുമ്പസാരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം, ദൈവശാസ്ത്ര ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം, എല്ലാവർക്കും പേടിയുള്ളൊരു എക്സാം ഈ കൺഫെക്ഷന്റെ എക്സാമാണ്. കൺഫെക്ഷന്റെ എക്സാമിന്റെ പ്രത്യേകത എന്നാണ്, നമ്മൾ കുമ്പസാരിക്കുവാൻ, കുമ്പസാരിപ്പിക്കുന്ന അച്ഛനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥി നിൽക്കുന്നു, പഠിപ്പിക്കുന്ന പ്രൊഫസർ കുമ്പസാരിക്കാൻ വരുന്ന ആളായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും. ഇദ്ദേഹം ഏതെങ്കിലും ഒരു കുനിഷ്ഠഭാവം പറയും, നമ്മൾ അതിന് കൃത്യം ഉത്തരം കൊടുക്കണം. അപ്പൊ ഈ ക്ലാസ്, ഈ 10-40 ക്ലാസ് എടുത്തതിന് ശേഷം ഈ കുമ്പസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊഫസർ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അവസാനം പറയുന്ന കാര്യം, കുമ്പസാരത്തിന്റെ പരീക്ഷയ്ക്ക് ജയിക്കണോ, കുമ്പസാരം നല്ലതുപോലെ നടത്തണോ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, കുമ്പസാരക്കൂട്ടിൽ ഈശോയുടെ മനസ്സ് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈശോയുടെ മനസ്സ് സൂക്ഷിക്കാൻ ശ്രമിക്കുക. എന്താ ഈ ഈശോയുടെ മനസ്സ്? ഈശോയുടെ മനസ്സ് പ്രിയപ്പെട്ടവരെ ഒരു പാപിയോട് കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ എത്രത്തോളം ഈ കൂദാശയോട് ചേർന്ന് നിൽക്കുന്നു, ഈ കുമ്പസാരം എന്ന കൂദാശയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു. പലരും ഓടുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നൊവേന എന്ന് പറഞ്ഞു ഓടും. തെറ്റാണെന്നല്ല അച്ഛൻ പറയുന്നത്, നൊവേന ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ പലതും പറഞ്ഞോളൂ. പക്ഷെ നമ്മൾ യേശുവിലൂടെ പിതാവ് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം നടക്കുന്ന കൂദാശകളുണ്ട്, കുമ്പസാരം, കുർബാന. അപ്പൊ ഈ കുമ്പസാരം, അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്റെ പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവ കണ്ടെത്തും. അതുകൊണ്ടാണ് സഭാപിതാക്കൻ പറയുന്നത്, ഈശോയുടെ ഹൃദയത്തിന്റെ പ്രതീകമാണ്, ഈശോയുടെ ഹൃദയത്തിന്റെ ബാഹ്യരൂപമാണ് എന്ത്? കുമ്പസാരക്കൂട്. പ്രിയപ്പെട്ടവർ, അടുത്തതാണ് ടെപ്പിഡ് സോൾ ഷാൽ ബിക്കം ഫെർവന്റ്. ചഞ്ചല ഹൃദയങ്ങൾ സ്ഥിരമായിട്ട് മാറും. ചഞ്ചല ഹൃദയത്തിൽ അങ്ങനെയുള്ള ആത്മാക്കൾ, പ്രിയപ്പെട്ടവരെ, നശിക്കാൻ പോകുന്ന ആത്മാക്കൾ, അവര് വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതാണ് പ്രിയപ്പെട്ടവർ നമ്മൾ കാണുന്നത്, ഫെർവന്റ് സോൾ ഷാൽ സ്പീഡ്ലി റൈസ് ടു ഗ്രേറ്റ് പെർഫെക്ഷൻ. ഇതാ, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ നിത്യതയിലേക്ക് ഉയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ് യേശുവിലൂടെ കിട്ടിയ വാഗ്ദാനം? നിത്യതയാണ്. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തോട് ഒരു വ്യക്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിത്യത ദൈവം ഉറപ്പു നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാഗ്ദാനം ശ്രദ്ധിക്കുക, 9ാമത്തെ വാഗ്ദാനം, ഐ വിൽ ബ്ലെസ് ദ ഹോംസ് വേർ ആൻ ഇമേജ് ഓഫ് മൈ ഹാർട്ട് ഷാൽ ബി എക്സ്പോസ്ഡ് ആൻഡ് ഹോണേഡ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം വണങ്ങുകയും ആ രൂപം സ്ഥാപിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോയുടെ തിരുഹൃദയത്തിന് ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. ഈശോയുടെ തിരുഹൃദയം നമ്മൾ വണങ്ങണം. ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മൾ ഭക്തി പ്രദർശിപ്പിക്കണം. ഈശോയുടെ തിരുഹൃദയം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സൂക്ഷിച്ചാൽ മാത്രം പോരാ, എന്നും ആ ഹൃദയത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം. നമ്മുടെ പ്രയാസങ്ങളായിട്ട്, നമ്മുടെ നൊമ്പരങ്ങളായിട്ട്, നമ്മുടെ വേദനകളായിട്ട് നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാഗ്ദാനം ശ്രദ്ധിക്കുക, ഐ വിൽ ഗീവ് ടു പ്രീസ്റ്റ് ദ പവർ ഓഫ് ടച്ചിങ് ദ മോസ്റ്റ് ഹാർഡഡ് ഹാർട്ട്.
എന്ന് വെച്ചാൽ പുരോഹിതർക്ക് ഏറ്റവും കഠിന ഹൃദയരെ പോലും തൊടാനുള്ള വരം ഞാൻ നൽകും. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്ന പൗരോഹിത്യത്തിന് ഏറ്റവും കഠിന പാപികളെ പോലും തൊടാനുള്ള ശക്തി, അഭിഷേകം ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ പൗരോഹിത്യത്തിൽ ഒരു കൃപയെന്നാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും കഠിന പാപി. അതുകൊണ്ടാണ് നമുക്കറിയാം വിയാനി പുണ്യവാളന് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. വിയാനി പുണ്യവാളനാണ് പ്രിയപ്പെട്ടവരെ പാപത്തിന് അടിമപ്പെട്ടു പോയ ജനം. വലിയ കഠിന പാപികൾ മണിക്കൂറുകളെടുത്ത് കാത്തു നിന്ന് ഈ വിയാനി പുണ്യവാളന്റെ മുമ്പിൽ വന്ന് കുമ്പസാരിക്കുമായിരുന്നു, കരഞ്ഞു കുമ്പസാരിക്കുമായിരുന്നു. എന്താ വചനം പറയുന്നത്? കഠിന പാപികളുടെ ഹൃദയത്തെ തൊടാൻ ഞാൻ എന്റെ പുരോഹിതർക്ക് ഞാൻ അനുഗ്രഹം നൽകും. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യത്തിന് ദൈവം നൽകുന്ന വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തതാണ് 11. Those who propagate this devotion shall have their names written in my heart, never to be affected. എന്റെ ഈ തിരുഹൃദയത്തോടുള്ള ഭക്തി അത് പ്രദർശിപ്പിക്കുന്ന, അത് പബ്ലിഷ് ചെയ്യുന്ന, അത് പ്രചരിപ്പിക്കുന്നവർക്ക് എന്റെ ഹൃദയത്തിൽ എന്നും എഴുതപ്പെട്ട അതുപോലെ ഒരിടമുണ്ടാകും. അവരെ ഒന്നും ബാധിക്കില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ സഭയിൽ പലയിടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ ഈ തിരുഹൃദയ ഭക്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളും ചിന്തിക്കണം. നമ്മൾ മറ്റൊരാളോട് തിരുഹൃദയത്തെക്കുറിച്ച് പറയാനും തിരുഹൃദയത്തോടുള്ള ഭക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അടുത്തതാണ്, the all powerful love of my heart will grant to all those who shall receive communion on first Friday of 9 consecutive months of the grace final repentance. They shall not die under my displeasure, not without receiving sacraments. പ്രിയപ്പെട്ടവരെ, ഒരു പാപി, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാപി എങ്ങനെ മരിക്കില്ല? അവൻ വിശുദ്ധിയില്ലാതെ, അവൻ അവസാനത്തെ കൂദാശകളൊന്നും സ്വീകരിക്കാതെ മരിക്കില്ല. എന്ന് വെച്ചാൽ അവന്റെ മരണസമയത്ത് ശക്തമായ ദൈവിക ഇടപെടൽ ദൈവം നൽകും. ഹല്ലേലൂയ. 12 വാഗ്ദാനങ്ങളാണ് ഈശോ നൽകുന്നത്. മേരി അലക്കോക്ക് വഴി 12 വാഗ്ദാനങ്ങളാണ്. ഇതാണ് പിന്നീട് തിരുസഭയിൽ പ്രിയപ്പെട്ടവരെ എന്തിന് കാരണമായത്? തിരുഹൃദയ ഭക്തിക്ക് കാരണമായത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കിവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. നമ്മളൊക്കെ ഓർക്കുക, നിങ്ങൾ ധ്യാനത്തിന് വരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, വൈകുന്നേരം കിടക്കുമ്പോഴും, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ, പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ചോദിച്ച ചോദ്യം വളരെ ഗൗരവപ്പെട്ടൊരു ചോദ്യം. അച്ഛാ, ഒരു കുഴപ്പമില്ലായിരുന്ന എന്റെ കുടുംബം എന്തുകൊണ്ടാ ഇത്ര പെട്ടെന്ന് തകർന്നു പോയത്? ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന മകൾ, പള്ളിയിലെ കാര്യങ്ങളിൽ സംഘടനയിലുള്ള മകൻ, സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം, നല്ല ജോലി മേഖലയിൽ ഡൽഹിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഒരു കുടുംബം, അവർ ഫോണിലൂടെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛാ, എന്താ എന്റെ കുടുംബത്തിന് സംഭവിച്ചത്? എന്താ കുടുംബത്തിന് സംഭവിച്ചത്? ഇത് പ്രിയപ്പെട്ടവരെ ആർക്കും സംഭവിക്കാം. ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ നിന്റെ കൂടെയുണ്ട് എന്നത്, ഇന്ന് നിന്റെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രശ്നമില്ല എന്നത്, ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ട് എന്നത്, നാളെ അതുണ്ടാകും എന്നതിന് ഉറപ്പല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് നമ്മളങ്ങ് എടുക്കുക, ഇതൊക്കെ ഉണ്ടാകും. അല്ല, ഇതൊക്കെ ദൈവം കൈനീട്ടി കുടുംബത്തിന്റെ മേൽ വർഷിച്ചതാ. ഹല്ലേലൂയ. ഇത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? എത്ര പേര് അത് തിരിച്ചറിഞ്ഞ് ഈശോയോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്? ഇതാണ് എന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ഒരു പുരോഹിതനാണെങ്കിൽ ഈ പൗരോഹിത്യം എന്നത് ദൈവം എന്റെ മേൽ നിക്ഷേപിച്ച വലിയൊരു കൃപ. ഇവിടെ ഇരിക്കുന്നവരുണ്ട്, ജോലിയുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, എത്ര പേര് ഇതെന്നും ഈശോയോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്? നമ്മൾ ഓർക്കുക, ഈശോയുടെ തിരുഹൃദയത്തിൽ ഇതിനൊരു ഉത്തരമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൽ ഇതിനൊരു ഉത്തരമുണ്ട്. ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇത് എനിക്ക് അനുഭവിക്കാൻ, ഇത് രക്ഷാകരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കുക, തിരുഹൃദയത്തിന്റെ മുമ്പിൽ ഒരു കുടുംബം നിൽക്കുമ്പോൾ ആ കുടുംബം തിരുഹൃദയത്തിന്റെ മനസ്സ് സ്വന്തമാക്കണം. സ്നേഹിക്കുക എന്നാൽ, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, മക്കളെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ മുറിയപ്പെടുക എന്നതാണ്. നമുക്ക് നിസ്സാരമായ തെറ്റുപോലും ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് നിസ്സാരമായൊരു കുറവ് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ പിന്നെയും നിൽക്കുന്നത് ഈ തിരുഹൃദയത്തിന്റെ മുമ്പിലാ. പാപിക്ക് വേണ്ടി മരിച്ച,
അവനെ ക്രൂശിച്ചവർക്കും അവനെ തള്ളിപ്പറഞ്ഞവർക്കും അവനെ മുഖത്തുപ്പിയവർക്കും വേണ്ടി കൈവിരിച്ചവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നീ ആ തിരുഹൃദയത്തിന്റെ മനസ്സ് ഇത്തിരിയെങ്കിലും സ്വന്തമാക്കണം. നീ ആ തിരുഹൃദയത്തിന്റെ മനസ്സ് സ്വന്തമാക്കുക. ഈശോയെ, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ അനുരൂപമാക്കണമേ, നിന്റെ ഹൃദയത്തിനൊത്തതാക്കി മാറ്റണേ. ഇത് പ്രാർത്ഥനയാണ്, ഇത് സമർപ്പണമാണ്.